സബരിയ കലാ സാംസ്കാരിക സമിതിയുടെ പ്രതിമാസ ഗ്രാമീണ കലാസഭയായ ഗൃഹാങ്കണം ഏഴിലോട് കാരാട്ട് സാമൂഹ്യ പ്രവർത്തക രാജാമണിയുടെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്നു. ഗൃഹാങ്കണം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രമുഖ സീരിയൽ അഭിനേതാവ് ഇല്ലിക്കെട്ട് നമ്പൂതിരി നിർവഹിച്ചു. കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ സബരിയയുടെ പ്രതിമാസ കലാസഭയാണ് ആദ്യമായി ഒരു വീട്ടുമുറ്റത്ത് ചേർന്നത്. പരിപാടിക്ക് തെരഞ്ഞെടുത്തത് ഭിന്നശേഷിക്കാരുടെ ജീവിത ഉന്നമനത്തിനു വേണ്ടി അക്ഷീണ പ്രയത്നം നടത്തുന്ന 70-കാരി കൂടിയായ ഏഴിലോട്ടെ രാജാമണിയുടെ വീടാണ്. ഗൃഹാങ്കണം എന്ന് പേരിട്ട പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇല്ലിക്കെട്ട് നമ്പൂതിരി നിർവഹിച്ചു. കൈമാറുകയാണ് തുടങ്ങിയ കാലം മുതൽ അഭിനയവും തുടങ്ങി ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. കല മോശമാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാനൊരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ ഇങ്ങനെയൊരു സൗഭാഗ്യം എനിക്കിന്ന് ലഭിച്ചത്. ഞാനൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആയിരുന്നെങ്കിൽ ഇതെനിക്ക് ലഭിക്കുമായിരുന്നില്ല. ഇതൊരു ചെറിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു ഉദ്ഘാടനമാണ്. രാജാമണിയെ പരിപാടിയിൽ വെച്ച് ആദരിച്ചു. പ്രാപ്പോയിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ആലീസ് തോമസ് മുഖ്യാതിഥിയായിരുന്നു. ഞങ്ങൾ എഴുതുന്നുണ്ടോന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പൊ അറിയണമെങ്കിൽ എഴുത്തുകാര് അറിയപ്പെടണമെങ്കിൽ അവർക്ക് അവസരം തന്നെ വേണം. അപ്പൊ ഞങ്ങൾ ഈടെ വന്ന ഓരോ ആൾക്കാരും പാട്ട് പാടാനും ഡാൻസ് അവതരിപ്പിക്കാനും കവിത ചൊല്ലാനും വേണ്ടി വന്ന കുട്ടികളാണ്. സിമി പെരുമ്പിള്ളി, ഷാജി തലോറ എന്നിവരുടെ പുസ്തകങ്ങളും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. വാർഡ് മെമ്പർ കുഞ്ഞിക്കണ്ണൻ, രമേശൻ, കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ, രമേശൻ മാസ്റ്റർ, പ്രേമചന്ദ്രൻ ചോമ്പാല തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരടക്കം നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Our all-day dining